എന്തൊരു ചെയ്യണത്? എങ്ങനെയുണ്ട്? സൂറാണോ? ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ഡേ കണ്ടോ, ഞങ്ങൾ ബിരിയാണിക്ക് ഉണ്ടാക്കി വയറ് നിറഞ്ഞിരിക്കുകയാണ് അല്ലേ സോനം? അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് ഞങ്ങൾ ഒരു കേക്കും വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലം കേക്കും ക്യാരറ്റ് കേക്കും ഡേറ്റ്സ് കേക്കും ഒക്കെ ആയിട്ട് എന്തെങ്കിലും കേക്ക് വാങ്ങുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒന്നും വാങ്ങിച്ചില്ല ഗൈസ്. ഞങ്ങൾ സ്വന്തമായിട്ട് ഗിഫ്റ്റ് കിട്ടി. കല്ലു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്ക്, അല്ലാണ്ട് ഞങ്ങൾ ഒരെണ്ണം പോലും വാങ്ങിച്ചില്ല. ഞങ്ങൾ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോണെയാണ്. അപ്പോൾ ഉണ്ടാക്കിയാലോ? അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് വേഗം പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഷുഗർ പൗഡർ ഉണ്ടാക്കാം. ഇത് പ്ലം കേക്കിന് അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മെഷർമെൻറ്റ്, അതായത് ഈ കപ്പിൻ്റെ മെഷർമെൻറ്റിൽ തന്നെയാണ് പിന്നെ ഞാൻ എല്ലാം എടുക്കുന്നത് കേട്ടോ. ആ കപ്പിൽ തന്നെയാണ് എല്ലാം എടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 3-4 ഏലക്കായ, ഒരു 3-4 ഗ്രാമ്പും കൂടി ഇട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പ്ലം കേക്കിൻ്റെ ഒരു മണം വരും. ഈ കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായയും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പ്ലം കേക്കിന് ആ ഒരു മണം വരുന്നത് കേട്ടോ. അത് തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നേ. ആ പൗഡേർഡ് ഷുഗർ അവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര പാനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. പഞ്ചസാര ഒരു 3/4 കപ്പ് പഞ്ചസാര. അമ്മയ്ക്ക് അധികം പഞ്ചസാര വേണ്ടാന്ന് പറഞ്ഞു, അപ്പം ഞങ്ങൾ ഒരു 1/4 കപ്പ് കുറച്ചു. ഓക്കെ, ഗൈസ് ഇത് ആയിക്കൊണ്ടിരിക്കുവാണ്. ഗൈസ് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഒരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ മതി, നമുക്കിനി ഒഴിച്ചു കൊടുക്കാം. സോന ഓടിപ്പോന്തോ. ഇപ്പൊ കണ്ടോ, ഒരു തേനിന്റെ കളറായിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ മതിയായിരിക്കും. ഒരു 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ബാറ്റർ ഉണ്ടാക്കാം കേട്ടോ കേക്കിൻ്റെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് 2 മുട്ട ആദ്യം പൊട്ടിച്ചെടുക്കാം കേട്ടോ. മുട്ട ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മുട്ടയ്ക്ക് പകരം നമുക്ക് തൈരായാലും എടുത്താൽ മതി കേട്ടോ, റൂം ടെമ്പറേച്ചറിൽ വെച്ച് തൈര്. അപ്പം നമുക്ക് മുട്ടയാണ് ഇപ്പം ഞാൻ എടുക്കണത്. മുട്ട പൊട്ടിച്ചിടാം. നമുക്ക് ഒരു 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒഴിക്കട്ടെ? ഓക്കെ, ഒഴിക്കാം. ഇനി മൈദ, ഇനി ഒരു 1 കപ്പ് ഓഫ് മൈദ ഇട്ടോളൂ. ഞാനിപ്പോ ഈ ഒരു കപ്പിൽ തന്നെയാണ് എല്ലാം എടുക്കുന്നത്, അതായത് ഈ ഒരു കപ്പിന്റെ അളവിൽ തന്നെയാണ് എല്ലാം എടുക്കുന്നത്. 1 കപ്പ് മൈദക്ക് 1/2 കപ്പേ ഞാൻ ഇടുന്നുള്ളൂ. 1/2 കപ്പ് അരല്ല 3/4 കപ്പ് ഓയിലും ഇട്ട് കേട്ടോ. നമുക്കിതിനി മിക്സ് ചെയ്യാം. അല്ല, ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് നമ്മുടെ, അത് പൊടിച്ചു വെച്ച മറ്റേ ആദ്യം പൊടിച്ചു വെച്ചില്ലേ ആ പഞ്ചസാര മൊത്തം ഇട്ടോ. ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ ഇടാം. ഇതൊരു കുഞ്ഞു ടീസ്പൂൺ ആണ് എടുത്താണ്, അതുകൊണ്ടാണ് ഒരു അത്ര
ഇത്ര ഇട്ടത്. വലിയ ടീസ്പൂൺ ആണെങ്കിൽ ഒരു ചെറിയൊരു 1/2 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. 1 ടീസ്പൂൺ ഇട്ടില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടാ, ബേക്കിംഗ് സോഡ. 1 ക്യാപ്പ് വാനില എസൻസ്. ഓക്കെ, അപ്പൊ എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിനി നല്ലോണം ഇത് മിക്സ് ചെയ്യാം കേട്ടോ. ഗൈസ്, മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പിഞ്ച് ഉപ്പ് ഇടണം കേട്ടോ. ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇടാം, എന്നാലാണ് അത് ബാലൻസ് ആവുള്ളൂ ഷുഗറൊക്കെ. അതാ ഓക്കെ. അപ്പം നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഓവർ മിക്സ് ചെയ്യരുത്, അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതെ, നമുക്കിനി ഇതൊക്കെ ഇടാം കേട്ടോ. ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് കശുവണ്ടി, പിന്നെ ഉണക്കമുന്തിരി എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടാവുള്ളൂ, അപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ. പിന്നെ കുറച്ച് അത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് എന്താണ് ഈന്തപ്പഴം. അപ്പോൾ അതെ, അത് ഇട്ടിട്ടുണ്ട്. ഇനി ഉണക്കമുന്തിരി ഇടാം, ദെൻ ഈന്തപ്പഴം ഇത്ര ഇടാം കേട്ടോ. ഏറ്റവും ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് പഞ്ചസാര പാനി കേട്ടോ. ഇതും കൂടി ഒഴിച്ച് കുറച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഈ പാനി ഉണ്ട് ഇതിൻ്റെ കളർ കിട്ടണത്. നമ്മുടെ പ്ലം കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ബാറ്റർ ആണോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ബട്ടർ പേപ്പർ വെച്ച ഒരു ചെരിവം പോലത്തെ ഒരു സംഭവമാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കാം. എന്ത് രസമല്ലേ! കുറേ കാഷ്യൂനട്ടൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി കാണാൻ. നമ്മുടെ നല്ലൊരു റിച്ച് പ്ലം കേക്കാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ എങ്ങാനും പൊങ്ങി പോവാണെങ്കിലും സീനില്ലല്ലോ എന്ന് ഓർത്താണ് ഞാനിങ്ങനെ വെച്ചേട്ടോ. ഒരുമാതിരിയായിട്ട് വെച്ചേക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ തന്നെയുള്ളതാണല്ലോ. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേ, എയറൊന്ന് പോവാനാണ്. പൊട്ടിക്കല്ലേ, പൊട്ടിച്ചാ പൊട്ടിക്കല്ലേ, കീറല്ലേ. എന്തൊരു ചെയ്യണത്! സാധനം താഴെ വീടാൻ പോയതിനാണ് ഒരു അമ്മ. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കുറച്ച് നട്ട്സ് ഒന്ന് പൊക്കത്ത് വെച്ച് കൊടുക്കാം ഇതിൻ്റെ. ഓക്കെ, ടൈം ഫോർ ബേക്ക്. നമ്മൾ കുക്കറിലാണ് കേട്ടോ കുക്ക് ചെയ്യണത് ഗൈസ്. അപ്പം നമ്മൾ ഇത് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിൻ്റെ അടിയിൽ, ഏറ്റവും അടിയിൽ ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടാണ്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ പൊക്കത്താണ് ഇത് വെച്ച് കൊടുത്തേക്കണേ കേട്ടോ. എന്നിട്ട് നമുക്കിനി ഇത് കവർ ചെയ്ത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വിസിലിടരുത് കേട്ടോ. വിസിലിടാണ്ട് ഒരു അരമണിക്കൂർ എന്താണ് മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിമിലിട്ട് അരമണിക്കൂർ ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നല്ല മണം വരില്ല, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു അരമണിക്കൂർ, ഒരു 30 to 35-40 മിനിറ്റ് വരെ മാക്സിമം കേട്ടോ. അത് നമുക്ക് എന്തായാലും കുക്ക് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അല്ല, തുണിയല്ല, ബട്ടർ പേപ്പർ ഒന്ന് കുത്തി നോക്കാം കേട്ടോ നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട്. അപ്പം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു 3/4 മണിക്കൂർ എടുത്തു കേട്ടോ. അത്രയും നേരം എടുത്തായിരുന്നു. ഓക്കെ, ഞാൻ ചൂടാറിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഗൈസ്,
അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷേപ്പ് കറക്റ്റ് ആയില്ല കേട്ടോ. അത് നമ്മള് ബട്ടർ പേപ്പർ വെച്ചത് അങ്ങോട്ട് ശരിയായില്ലായിരുന്നു. പിന്നെ പ്ലം കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഷേപ്പിന്റെ കാര്യത്തിന് മാത്രം ഒരു ഇത് വ്യത്യാസമുള്ളൂ. പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. നമുക്കിനി ഒന്ന് മുറിച്ച് നോക്കാം അല്ലേ. അമ്പോ പുക പറഞ്ഞോക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. ചൂടിട എങ്ങനെയുണ്ട്? സൂപ്പറാണോ? നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാന്നാണ് പറയുന്നത്. ചൂടുണ്ട്. കൊള്ളാം കൊള്ളാം. ആദ്യമായിട്ടാണ് പ്ലം കേക്ക് ഉണ്ടാക്കണം. പ്ലം കേക്ക് എന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കുളമായില്ലല്ലേ, നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കേക്ക് ഉണ്ടാക്കി സെറ്റായിട്ട് വിജയിച്ച് വന്നു. ഫ്ലോപ്പ് ആയില്ല, ഭാഗ്യം. പ്ലം കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം ശരിയാവുമെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.